വലിക്കേ മാറാ മറ്റാണ് മാറ്റി ഇല്ലടാ പയ്യന്നൂർ തിരുവസി അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം മറ്റ് ദേവാലയങ്ങളിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അവിടുത്തെ ആചാരവും അനുഷ്ഠാനങ്ങളൊക്കെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെയേറെ വ്യത്യാസമുള്ളതാണ്. അതുപോലെ തന്നെ ഉത്സവ ചടങ്ങുകൾക്കും വളരെയേറെ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ പൂരം, കലശം എന്ന രണ്ട് ഉത്സവമാണ് വളരെ പ്രധാനമായി ആചരിക്കുന്നത്. അതിലൊന്നാണ് പൂരം. അതിൽ പൂരംകുളിയാണ് ഇന്ന്. ഈ പൂരംകുളി എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ വടക്ക് പയ്യന്നൂർ ഊര് എന്ന ഒരു സങ്കല്പമുണ്ട്. പയ്യന്നൂർ ഊരിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തടാകത്തിൽ വെച്ചിട്ടാണ് മുൻകാലങ്ങളിൽ ഈ ഭഗവതിയുടെ പൂരംകുളി നടന്നിരുന്നത്. അറിയപ്പെടുന്നത് പയ്യന്നൂർ അമ്പലത്തിലെ പ്രതിഷ്ഠ ചെയ്ത പരശുരാമസ്വാമിയിൽ നിന്നാണ് ഇവിടുത്തെ കർമ്മികൾക്ക് കർമാധികാരം ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഐതിഹ്യം. എന്നാൽ പരശുരാമ സങ്കല്പത്തിലുള്ള ദേവാലയങ്ങളിൽ ഈ രാജചിഹ്നമായ ആന, കുതിര തുടങ്ങിയ അവർക്കൊന്നും നിഷിദ്ധമാണ്, അവർക്കൊന്നും പ്രവേശനമില്ല. അവർക്ക് ഒരു ക്ഷത്രിയ വിരോധികൾ എന്നുള്ള നിലയിൽ പരശുരാമസ്വാമി ഇത്യാദി ഏർപ്പാടുകളൊക്കെ വിലക്കിയിരിക്കുകയാണ്. എന്നാൽ പയ്യന്നൂർ തെരുവിലെ ഈ ഭഗവതി ക്ഷേത്രത്തിൽ പയ്യന്നൂർ പെരുമാളുടെ ഒരു പ്രത്യേക സമ്മതത്തോടു കൂടി കുതിരയുടെ മേലെ കയറി, വളരെ ദൂരമാണ് ഈ പൂരംകുളി കടവ്, അപ്പോൾ കുതിരപ്പുറത്ത് സവാരി ചെയ്യാനുള്ളൊരു അനുവാദം കൊടുത്തു എന്നാണ് പറയുന്നത്. അത് പഴയകാലത്ത് 4 കുതിരയുടെ പുറത്താണ് 4 ഭഗവതിമാർ സഞ്ചരിച്ചിരുന്നത്, പൂരം കുളിക്കാൻ പോയതും പൂരം കുളിച്ച് തിരിച്ചു വരുന്നത്. അങ്ങനെ കാലം കഴിയുന്തോറും കുതിര എന്നുള്ളത് ഒരു സങ്കല്പം മാത്രമായി മാറുകയും കുതിര ഇല്ലാതായി തീരുകയും അതിൻ്റെ ഒരു പ്രതീകമായി മരത്തിൽ രൂപകൽപ്പന ചെയ്ത കുതിര വലിച്ച് ആ കുതിരപ്പുറത്ത് ഭഗവതി പൂരം കുളിക്കാൻ പോകുന്നു എന്നാണ് ഐതിഹ്യം. എന്നാൽ ഈ പൂരം കുളിക്ക് കളവ് വരെ ഇന്ന് ഈ മരക്കുതിര പോകുന്നില്ല, ഈ കുതിരയെ കൊണ്ടുപോകുന്നില്ല. ഈ കുതിരയെ പയ്യന്നൂർ അമ്പലം, അതായത് പയ്യന്നൂരിൻ്റെ ദേശാധിപനായ പയ്യന്നൂർ പെരുമാളുടെ സന്നിധിയിൽ ഈ കുതിരയെ സംരക്ഷിക്കണം എന്ന ശാസനയോടുകൂടി ഏൽപ്പിച്ച് പൂരക്കടവിലേക്ക് നടന്നു പോവുകയും പൂരക്കുളി കഴിഞ്ഞ് തിരിച്ച് പയ്യന്നൂർ അമ്പലത്തിലേക്ക് വന്ന് ഈ കുതിരയുടെ മേലെ തിരിച്ച് ദേവാലയത്തിലേക്ക് വരികയും ചെയ്യുന്നു എന്നാണ് പഴയ കാലത്ത് അറിയപ്പെടുന്ന ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഐതിഹ്യം. കുട്ടികൾക്ക് ശരിക്കും അതിന് പ്രാധാന്യമില്ല. അതിലൊക്കെ മുതിർന്ന ബാല്യക്കാർ, ക്ഷേത്രത്തിൻ്റെ ബാല്യക്കാർ തന്നെയാണ് അതൊക്കെ ചെയ്യേണ്ടത്. പിന്നെ കുട്ടികളുടെ വളരെയേറെ ഉത്സാഹം കാണിക്കുന്നത് കൊണ്ട് കുട്ടികൾ അതിൻ്റെ പിന്നാലെ ഓടുന്നു, അവരതിന് ഉത്തരവാദിത്വം ചിലപ്പോൾ സ്വയമേധയാ ഏറ്റെടുക്കുന്നു, അങ്ങനെയൊക്കെ കാണുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിനൊക്കെ ചെയ്യേണ്ടുന്ന ചില ചിട്ടകളും അതിനുള്ള അവകാശികളൊക്കെ പഴയകാലത്ത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇന്നുണ്ട്. അവരോടൊപ്പം ഈ കുട്ടികളും വളരെ സജീവമായി അരങ്ങത്തുണ്ട്. വലിക്കേ